നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ടപ്പ്. കനത്ത മഴയ്ക്ക് തുടക്കം. ഇന്നു മുതൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തെക്കൻ ജില്ലകളിലും ഇടവേളകളോടെ മഴ തുടരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നും മുന്നറിയിപ്പ്. ധനലക്ഷ്മി DL8 ഭാഗ്യക്കുറി ഫലം. ഒന്നാം സമ്മാനം DU 350667 1 കോടി രൂപ. രണ്ടാം സമ്മാനം DT 837599 30 ലക്ഷം, 10 ലക്ഷം, 5 ലക്ഷം തുടങ്ങിയ ചെറിയ സമ്മാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2021 വിസ്മയ ആത്മഹത്യാ കേസ് പ്രതി കിരൺകുമാറിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ആദ്യം കോടതി നൽകിയ 10 വർഷം ശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്തു. പുതിയ തെളിവുകൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കും. AIASF-SFI സംഘർഷം. കൊല്ലം ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം. പ്രതിഷേധമായി AIASF നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു. ചില സ്വകാര്യ കോളേജുകൾ അടച്ചുപൂട്ടുമെന്ന് അറിയിപ്പ്. സപ്ലൈകോ വഴി ലഭിക്കുന്ന റൈസ് ഇപ്പോൾ 5 കിലോയിൽ നിന്ന് 8 കിലോ ആക്കി. ഓരോ റേഷൻ കാർഡിനും ഒരു മാസം 2 തവണ വാങ്ങാം. വില കൂടുതലായില്ല, പഴയ റേറ്റ് തന്നെ. ഇന്ത്യ വനിതാ ക്രിക്കറ്റ് ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം T20 മത്സരവും ജയിച്ചു. ജമീറ റോഡ്രിഗസ്, അമൻജദ് കൗർ നായകത്വം നേടി. പരമ്പരയിൽ 2-0 ലീഡ്. അടുത്ത മത്സരം ജൂലൈ 5-ന്. ക്ഷേത്രമുത്സവങ്ങൾക്ക് ദേവസ്വം കമ്മീഷണറുടെ അനുമതി നിർബന്ധമെന്ന് ഹൈക്കോടതി. ഡിജിറ്റൽ ഇന്ത്യക്ക് 10 വയസ്സ്. ഡിജിറ്റൽ ഇന്ത്യ പ്രസ്ഥാനം 10ാം വർഷത്തിലേക്ക്. നരേന്ദ്രമോദി വാർത്താ സമ്മേളനത്തിൽ ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തെക്കുറിച്ച് സംസാരിച്ചു. 5G, AI, ഡ്രോൺ ടെക് തുടങ്ങിയ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകും. പ്രധാനമന്ത്രി 5 രാജ്യങ്ങളിലേക്കുള്ള മൾട്ടിനാഷണൽ സന്ദർശനം തുടങ്ങി. ബ്രിക്സ് സമ്മേളനം, വിദേശ നിക്ഷേപ ചർച്ചകൾ, അമേരിക്ക, ദക്ഷിണാമേരിക്ക, ജപ്പാൻ കൂടിക്കാഴ്ചകൾ ഉൾക്കൊള്ളുന്നു. HPD ഫിനാൻഷ്യൽ IPO. HPD ഫിനാൻഷ്യൽ സർവീസ് IPO ചരിത്രമുറ ബ്രോക്കൺ ചെയ്തു. ഓഹരി ആദ്യ ദിവസം തന്നെ 12% മുകളിലേക്ക്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മികച്ച പ്രതികരണം. ഇന്ത്യയിൽ ജൂലൈയിലെ സാധാരണയേക്കാൾ 6% കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. കൃഷിക്കാർക്ക് കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ 2025 അവസാനത്തോടെ വ്യാപകമായി പ്രവർത്തനം തുടങ്ങും. ഇൻഫോസിസ്, TCS ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് AI സൈറ്റുകൾ കൂടുതൽ വികസിപ്പിക്കുന്നു. ജുറാസിക് വേൾഡ് റീബർത്ത് തിയേറ്ററുകളിലെത്തി. ഗാരത്ത് എഡ്വേർഡ് സംവിധാനം ചെയ്ത ജുറാസിക് വേൾഡ് റീബർത്ത് ജൂലൈ 2-ന് തിയേറ്ററുകളിലെത്തിയപ്പോൾ ലോകമെമ്പാടുമുള്ള ആരാധകർ ആവേശത്തിൽ മുങ്ങി. സ്കാർലറ്റ് ജോഹാൻസൺ, മഹർഷല അലി, ജനാദൻ ബെയ്ലി എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മികച്ച ഗ്രാഫിക്സും വൻ പ്രേക്ഷക സ്വീകാര്യതയുമുള്ള ഫിലിം കാണാനായി തിയേറ്ററുകൾ നിറഞ്ഞു നിൽക്കുന്നു. പ്രൈം വീഡിയോയിൽ ഹെഡ് ഓഫ് സ്റ്റേറ്റ് റിലീസ് ചെയ്തു. ജോൺ സീനയും ഇട്രീസ് എൽബയും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ആക്ഷൻ കോമഡി ചിത്രം ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് പ്രൈം വീഡിയോയിൽ റിലീസ് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റിന്റെ റോളിൽ സീനയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇട്രീസ് എൽബയും എത്തുന്നു. പ്രിയങ്ക ചോപ്രയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു. പ്രേക്ഷകരിൽ വലിയ ആവേശമുണ്ടാക്കി. ദി ഓൾഡ് ഗാർഡ് 2 നെറ്റ്ഫ്ലിക്സിലെത്തി. ചാൾസ് റോണും കിക്കി ലേനും പ്രധാന വേഷങ്ങളിലുള്ള ദ ഓൾഡ് ഗാർഡ് 2 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തു. ആദ്യ ഭാഗത്തിന് പിന്നാലെ ആക്ഷനും ഇമോഷനുമെല്ലാം ചേർത്തുകൊണ്ടുള്ള സീക്വൽ പ്രേക്ഷകരെ വീണ്ടും പിടിച്ചിരുത്തുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് ആരംഭിച്ചു. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 2025-27 അനുസരിച്ച് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് മത്സരം ജൂലൈ 2-ന് ബർമിംഗത്തിലെ എഡ്ജ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ തുടങ്ങി. ആദ്യ ടെസ്റ്റ് ഇംഗ്ലണ്ട് വിജയിച്ച സാഹചര്യത്തിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കാനാണ് ശ്രമിക്കുന്നത്. മഴയും പിച്ചിന്റെ സ്വഭാവവും മത്സരം നിശ്ചയിക്കും. കുൽദീപ് യാദവിന് വിശ്രമം. ടീം ഇന്ത്യയിൽ മാറ്റങ്ങൾ. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീം പ്ലേയിങ് 11-ൽ 3 മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നു. കുൽദീപ് യാദവ് പുറത്താകുമെന്ന് സൂചനയുണ്ട്. വാഷിംഗ്ടൺ സുന്ദർ, നിതീഷ് കുമാർ റെഡ്ഡി, ആകാശ് ദീപ് എന്നിവരെ പരിഗണിക്കുന്നുണ്ട്. ഗൗതം ഗംഭീറിന്റെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ വന്നേക്കും. ഇന്ത്യൻ ചെസ് താരങ്ങൾ ഗുകേഷ്, പ്രജ്ഞാനന്ദൻ എന്നിവർ ക്രൊയേഷ്യ ഗ്രാൻഡ് ചെസ് ടൂറിൽ പങ്കെടുക്കുന്നു. വനിതാ ഫുട്ബോൾ ടീം ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇറാഖിനെതിരെ കളിക്കുന്നു. കാനഡ ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റ് തുടങ്ങി. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.